സുഹൃത്തുക്കളെ, കമ്മീഷണർ സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. പെറ്റി കേസ് പെടുന്നവനെ പിടിച്ച് മൊട്ടയടിക്കാൻ നീയക്കാര സ്റ്റേറ്റ് പോലീസിലെ ക്ഷവരക്കാരനോ. സത്യത്തിൽ ഈ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ആദ്യം കഞ്ചാവ് കേസ് എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വലിയ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ റണ്ണിംഗ് കമന്ററി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വേടൻ വലയിൽ റാപ്പർ വേടനും കുലുങ്ങി അല്ലെങ്കിൽ കുരുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാർത്തകളൊക്കെ പോകുന്നു. അതിനുശേഷം വനം വകുപ്പും കൂടി ഈ സംഭവം അങ്ങ് ഏറ്റെടുത്ത് ഏതോ വലിയ അന്താരാഷ്ട്ര കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കണ്ടപ്പോ സത്യത്തിൽ ഈ കമ്മീഷണർ സിനിമയിലെ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവന്റെ കഴിവുകൊണ്ട് വളരെ ദയനീയമായ അല്ലെങ്കിൽ വളരെ സാധാരണമായ ദാരിദ്ര്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് എനിക്ക് തോന്നുന്നു പഠനത്തിന്റെ ചെലവ് കണ്ടെത്താൻ പോലും അയാൾ ബിഗ് ബസാറിൽ ജോലിക്ക് പോയെന്ന് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ വേടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധിയായി വളരെയധികം കഷ്ടപ്പെട്ട് വളർന്നു വന്ന സ്വന്തമായി ഒരു ഇടമുണ്ടാക്കിയെടുത്ത വേടനെ വല്ലാതെ വേട്ടയാടുകയല്ലേ. യവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ക്ഷവരക്കാരാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അത് ആ സിനിമ ഡയലോഗ് ഓർത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ രസകരമായ കാര്യം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു ചാനലിന് നൽകിയ ബൈറ്റില് അദ്ദേഹം പറയുന്നു, വേടൻ പാവങ്ങളുടെ പ്രതിനിധിയാണ്, വനം വകുപ്പ് വേടനെ വേട്ടയാടി. നല്ല കാര്യമാണ്. CPM അങ്ങനെ ഒരു തിരിച്ചറിവ് നടത്തുന്നു എന്ന് അറിയുന്നതിൽ അത് വളരെ നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഇന്ന് സുപ്രഭാതത്തില് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായൊരു വെളിപാടൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ഇത് വല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വേടനെതിരെയുള്ള വേട്ടയാടൽ സർക്കാരിനെതിരായ വലിയൊരു ജനവികാരമായി, പ്രത്യേകിച്ചും യുവ തലമുറയിൽ നിന്നുള്ള വലിയ വികാരമായി മാറിയപ്പോഴാണ് CPM-ന്റെ MV ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ ഈ മനമാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ഇന്നലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്മുടെ യുവ MLA, പാലക്കാട് MLA, അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ലൈവാണോ അല്ലെങ്കിൽ അത് റെക്കോർഡഡ് വീഡിയോ ആണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ റാപ്പർ വേടനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വേടൻ എന്ന് പറയുന്നത് ഈ കീഴാള രാഷ്ട്രീയം മാത്രം സംസാരിക്കുകയും കീഴാള രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം നിരന്തരമായി വരികൾ എഴുതുകയും ചെയ്യുന്ന കാര്യമല്ല. അന്താരാഷ്ട്ര ചെയ്യുന്നൊരു ഒരു റാപ്പർ അല്ല, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനല്ല, ഒരു പാട്ടുകാരനല്ല. അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ച് പോലും നല്ല വ്യക്തമായ ധാരണയും രാഷ്ട്രീയ ബോധവും ഉണ്ട് വേടന്. പലസ്തീനിൽ സങ്കടപ്പെടുന്ന, അവിടെ കരയുന്ന, അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും ആശങ്കപ്പെടുന്നുണ്ട് റാപ്പർ വേടൻ അദ്ദേഹത്തിന്റെ വരികളിലൂടെയും പാട്ടുകളിലൂടെയും. അതുകൊണ്ടാണ് റാപ്പർ വേടൻ കൃത്യമായ രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന, കൃത്യമായ രാഷ്ട്രീയം പുലർത്തുന്ന, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നവ തലമുറയെ സംബന്ധിച്ച്, നമ്മൾ ന്യൂജൻ എന്ന് പറയുന്ന പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ടാകും. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ CPM-ന്റെ DYFI-യുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ യുവമോർച്ചയുടെയൊക്കെ ഒരു പരിപാടിക്ക് ആളിനെ കൂട്ടാൻ അവരൊക്കെ ബുദ്ധിമുട്ടുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. അവരൊക്കെ വിളിച്ചാൽ എത്ര പേര് വരുമെന്ന് അറിയാം. പക്ഷെ വേടന്റെ പടം കണ്ടാൽ വേടൻ പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളെല്ലാം കൂടി ഇരച്ചു കയറുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിൽ ഏതാണ്ട് 4000 മുതൽ 6000 വരെ പരമാവധി ഇരിക്കാൻ ശേഷിയുള്ള ഒരു വേദിയിലേക്ക് ഇരച്ചു കയറി എത്തിയത് 22,000-ലധികം പേരാണ്. പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിലയ്ക്ക് അത്രയധികം ഇൻഫ്ലുവൻസ് ഉള്ള പുതുതലമുറയെ, അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ ബോധം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന, അതും ഇത്തരത്തിലുള്ള ഈ കറുപ്പിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കീഴാള രാഷ്ട്രീയം മാറ്റി നിർത്തപ്പെടുന്ന, സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുറേയധികം മനുഷ്യർക്ക് വേണ്ടി നിരന്തരം എഴുതുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല എന്ന് എഴുതി വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അവൻ ആ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഫ്ലുവൻസ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നോ ഒക്കെ ഉള്ള ആലോചനകളിൽ നിന്നാകണം. ഇതിപ്പോ നേരിട്ട് പിണറായി വിജയന്റെ ഗൂഢാലോചനയെന്നോ അല്ലെങ്കിൽ CPM-ന്റെ ഗൂഢാലോചനയെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ടും വേടനെ ഭയപ്പെട്ടിരുന്ന ആരൊക്കെയോ ഇല്ലേ, വേടൻ പറയുന്ന രാഷ്ട്രീയത്തിന് ബദല് വെക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി എന്താണോ പറയേണ്ടത്, അല്ലെങ്കിൽ അവരെന്താണോ ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന്ന് വേടനാണ് പറയുന്നത്. കാരണം ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടിക്ക് വളരെ ആധികാരികമായ അല്ലെങ്കിൽ ഈ മനസ്സിൽ
തട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നെഞ്ചിൽ തൊട്ടുകൊണ്ടോ ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തൊഴിലാളി വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വർഷങ്ങൾക്ക് മുമ്പേ ചുള്ളിക്കാട് എഴുതിയതുപോലെ തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം, അധികാരം അപ്പോൾ തൊഴിലായി മാറും, അതിനുള്ള കൂലി അധികാരി വാങ്ങും. ചുള്ളിക്കാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പോൾ ആ അധികാരം തൊഴിലായി മാറുകയും അതിനുള്ള കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന അധികാരികളായിട്ട് ഇപ്പൊ പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ മാറിക്കഴിഞ്ഞു എന്ന് അവർക്ക് തന്നെ അറിയാം. അവിടെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം, അവർ പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേടൻ എന്നുള്ളിടത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നീടുണ്ടാകുന്ന പശ്ചാത്താപം, അതുപോലെ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പശ്ചാത്താപമൊന്നുമല്ല, അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറെ അധികം ചെറുപ്പക്കാരും അതുപോലെ അങ്ങനെ ആ നിലയ്ക്ക് അത്തരത്തിൽ ഈ റാപ്പർ വേടൻ എഴുതുന്ന വരികളോട് അല്ലെങ്കിൽ അവന്റെ വിയർപ്പ് തുന്നിയ കുപ്പായത്തോട്, അവന്റെ ജീവിതത്തോട്, അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതങ്ങളോട് ഐക്യപ്പെടുന്ന മനുഷ്യർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടപെടലിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വനം വകുപ്പിനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ഉള്ള ഈ വെളിപ്പെടുത്തൽ, MV ഗോവിന്ദൻ മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ശശീന്ദ്രൻ മന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമയോ 2 ഡോക്യുമെന്ററിയോ ഒക്കെ എടുക്കാനുള്ള ഐറ്റങ്ങൾ കാണും. ഈ അടുത്ത സമയത്തും ഓൺലൈൻ മാധ്യമങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ കുറെ ശബ്ദ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് പിണറായി വിജയനോ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയോ ഒക്കെ കേരളം ഭരിക്കുന്നത് കൊണ്ട്, കേരളം ഒരു വെള്ളരിക്കാപട്ടണമായതുകൊണ്ട് മാത്രം വീണ്ടും മന്ത്രിയായിരിക്കുന്ന മനുഷ്യനാണ് ഈ AK ശശീന്ദ്രൻ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പഴയ കലാപരിപാടികൾ തുടരുകയാണ്. മരം കയറ്റം മറക്കില്ലെന്നോ മറ്റോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു. അദ്ദേഹമാണ് ഈ 1/2 ഗ്രാമോ 1 ഗ്രാമോ ഉള്ള കഞ്ചാവ് വലിച്ചു എന്നതിന്റെ പേരിൽ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ അദ്ദേഹം നയിക്കുന്ന വകുപ്പാണ്. ഈ വകുപ്പ് എന്തൊക്കെ ഐറ്റങ്ങളാണ്, എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. അതിൽ തന്നെ ഈ പുലിയെ വേട്ടയാടി പിടിച്ച് പുലിയുടെ നഖം അല്ലെങ്കിൽ പുലിയുടെ പല്ല് പറിച്ചെടുത്ത് പുലിയെ കൊന്ന് ശസ്ത്രക്രിയ നടത്തി അവന്റെ പല്ല് പറിച്ചെടുത്ത് ഇങ്ങനെ നേരെ കൊണ്ടുപോയി ലോക്കറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ മാല ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് അങ്ങനെയുള്ള വകുപ്പുകൾ വരെ ചേർത്തു. പക്ഷേ കോടതി അതൊക്കെ എടുത്ത് നമ്മുടെ നാടൻ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിൽ പറയും കൂവാഴയുടെ കളഞ്ഞു പോകുന്നു. കോടതി ഇതെല്ലാം എടുത്ത് കൂവാഴയുടെ കളഞ്ഞിട്ടാണ് വേടന് ജാമ്യം കൊടുക്കുന്നത്. അയാൾക്ക് പറ്റിയ തെറ്റ് പറയുന്നുണ്ട്. നമുക്കറിയാലോ ഈ കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടപ്പെടണമെങ്കിൽ കേരളത്തിൽ എത്ര പേര് സാധാരണക്കാരുടെ കാര്യം പോട്ടെ, എത്ര കലാകാരന്മാർ വേട്ടയാടപ്പെടണം, അതൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ എത്ര കലാകാരന്മാർ അപമാനിക്കപ്പെടണം. ഈ സിനിമയും സംഗീതവും ഇതൊക്കെ കേരളത്തിൽ ഇതിന്റെയൊക്കെ ചരിത്രവുമായിട്ട് തന്നെ ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു രാസലഹരിയൊന്നും അല്ലല്ലോ. കഞ്ചാവിനെ എങ്ങനെ ആയിരിക്കുകയോ കഞ്ചാവ് വലിക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമോ ആണെന്ന് പറയുകയോ അല്ല. പക്ഷേ അങ്ങനെ അപമാനിക്കപ്പെടുകയും അങ്ങനെ നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യണമെങ്കിൽ എത്രയോ പേര് ഇതിനെ ഇത്തരത്തിൽ അപമാനിക്കപ്പെടണം. മാത്രമല്ല ഈ കഞ്ചാവ് എന്ന് പറയുന്ന ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ നിയമവിധേയമായ സംഭവമല്ലേ. നിയമവിധേയമായ ആളുകൾ പല രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്നില്ല ഇതൊക്കെ. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു നിയമ സംവിധാനം അനുസരിച്ച് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു കേസിന് ഒരു ചെറുപ്പക്കാരൻ എത്ര മണിക്കൂർ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെയും ഈ സിസ്റ്റത്തിന്റെയും വലിയ പ്രശ്നമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അവിടെ മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. മോഹൻലാലിനൊരു നീതിയും കറുത്തവനായ പാവപ്പെട്ടവനായ അങ്ങനെ വലിയ ഇൻഫ്ലുവൻസ് മീൻസ് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ പുതിയ ജനറേഷനിടയിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഈ ഭരണകൂടത്തിന്റെ ഒന്നും അങ്ങനെ വലിയ അങ്ങനെ വിശ്വസനോ അല്ലെങ്കിൽ ഭരണകൂടത്തിന് വലിയ താല്പര്യം ഉള്ളയാളോ ഒന്നും അല്ലാത്തത് കൊണ്ട് വേടന് ഒരു നീതിയും നമ്മുടെ മോഹൻലാലിന് ലാലേട്ടനോട് വലിയ ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ്. പക്ഷേ മോഹൻലാൽ ആനക്കൊമ്പ് കേസിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ആനക്കൊമ്പുകൾ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 1.5 പതിറ്റാണ്ടിലധികമായി ആ കേസ്, മോഹൻലാലിന്റെ വീട്ടിൽ ആനക്കൊമ്പ് എന്ന് പറയുന്ന കേസ്. അതിപ്പോ എവിടെ എത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ലാലേട്ടന് ഒരു നീതി, വേടന് ഒരു നീതി എന്ന നിലയിലൊക്കെ പറയുന്നിടത്ത് കൃത്യമാണ്. ഈ ഇദ്ദേഹം എഴുതി വെച്ച വരികൾ കൃത്യമാണ്. ആ വരികൾ ഒന്നുകൂടി ഈ അധികാരി വർഗം ഓർക്കുന്നതും നല്ലതാണ്. വേടൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അതായത് ഈ അധികാരി വർഗമായ നീയൊക്കെ തമ്പുരാനുമല്ല, ആണേൽ ഒരു മയിലുമില്ല. അത് കേരളത്തിലെ പുതുതലമുറയ്ക്ക് മനസ്സിലാകുന്നു എന്നെങ്കിലും ഈ ഭരണകൂടവും ഈ അധികാര കസേരകളിലിരിക്കുന്ന ഈ ശ്രേഷ്ഠന്മാരും ഈ ഉന്നതന്മാരും എല്ലാം തികഞ്ഞവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.